ഗുരുവായൂർ കിഴക്കേനടയിലെ മലേഷ്യൻ ടവർ പരിസരത്തുള്ള CL ജേക്കബിന്റെ വീട്ടുമുറ്റത്ത് എല്ലാ ക്രിസ്മസ് ദിനത്തിലും പന്തലുയരും. ഗുരുവായൂർ ചാവക്കാട് മേഖലയിൽ തെരുവോരത്ത് കഴിയുന്നവരും അനാഥരും ഒരു കൂട്ടം ആളുകളും ഉച്ചയോടെ ഈ പന്തലിലേക്ക് എത്തും. ജേക്കബിന്റെ നേതൃത്വത്തിൽ പാലയൂർ ഇമ്മാനുവൽ ജീവകാരുണ്യ പ്രവർത്തന സമിതിയുടെ ക്രിസ്മസ് വിരുന്നിലേക്കാണ് ഇവർ എത്തുന്നത്. തുടർച്ചയായി 28ാം വർഷമാണ് വിരുന്ന് നടക്കുന്നത്. തെരുവ് മക്കൾക്കൊപ്പം ഇത്തവണത്തെ ആഘോഷം ഗംഭീരമാക്കാൻ 350ഓളം പേർ പങ്കെടുത്തു. മേഖലയിലെ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകരും വൈദികരുമെല്ലാം ഒത്തുചേരുന്ന ക്രിസ്മസ് സന്തോഷവേളയിൽ ക്രിസ്മസ് കേക്ക് മുറിച്ച് മധുരം വിതരണം ചെയ്തു. പാലയൂർ ഇമ്മാനുവൽ ജീവകാരുണ്യ പ്രവർത്തന സമിതിക്ക് സന്മനസ്സുകൾ നൽകുന്ന തുക ഉപയോഗിച്ചാണ് ജേക്കബിന്റെ വിരുന്നൂട്ടൽ. ക്രിസ്മസ് വിരുന്നിന് പൊലിമ കൂട്ടാൻ പാലയൂർ മാർത്തോമ്മ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ ഗായക സംഘത്തിന്റെ ഗാനാലാപനവുമുണ്ട്. ഭാര്യ ലിസിയും മക്കളായ ദീനയും ഇമ്മാനുവലും മറ്റു കുടുംബാംഗങ്ങളും ജേക്കബിന് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത്. തയ്യൽ യന്ത്രം മെക്കാനിക്കാണ് ജേക്കബ്. തെരുവോരത്ത് നരകിച്ചു കഴിയുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിൽ ജേക്കബും പാലയൂർ ഇമ്മാനുവൽ ജീവകാരുണ്യ പ്രവർത്തന സമിതിയും എപ്പോഴും കൂടെ തന്നെയുണ്ട്. സി മലയാളം ന്യൂസ്, തൃശൂർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.